ഇന്നലെ ശരിക്കും പേടിച്ചു പോയി. അത് ആ ഹൈറ്റിൽ നിന്ന് മണ്ണ് വരുന്ന കാണുമ്പോൾ അത് ടോപ്പിൽ നിന്ന് ഇളകി വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എന്തായാലും മണ്ണ് റോഡിലേക്ക് എത്തുന്നുള്ള അറിയുന്നതുകൊണ്ട് ഞാൻ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചു. അപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് വാഹനങ്ങളൊന്നും കടന്നു പോയിട്ടുണ്ടായില്ല. അപ്പം റൈറ്റ് സൈഡിലേക്ക് എത്തിയതും മണ്ണ് റോഡിലേക്ക് വളരെ ശക്തിയോടെ തന്നെ വന്ന് പതിച്ചു. അതിനുശേഷമാണ് എൻ്റെ വണ്ടി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് സ്ലൈഡ് ചെയ്ത് പിന്നെ റൈറ്റ് സൈഡിലേക്ക് വലിയ കുഴിയാണ്, അതിലേക്ക് വീഴുമെന്ന് തോന്നിയപ്പോൾ ഞാൻ വണ്ടി എൻജിൻ ഓഫ് ചെയ്തു. എന്തോ ഭാഗ്യം, എന്താ പറയുക, ഒരു മിറാക്കിൾ മാതിരി വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഇറങ്ങിയാൽ എന്നെ ആരെങ്കിലും രക്ഷിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വണ്ടിയിൽ തന്നെ ഇരുന്നു, ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ അടുത്ത ഹോട്ടലിലുള്ള രണ്ട് ഏട്ടന്മാർ വന്നിട്ട് പിന്നെ അവർ ഡോറിന് മുട്ടിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലായത്, എനിക്ക് അത്രയും ഇതിൻ്റെ ഡെപ്ത് മനസ്സിലായത് ആ സമയത്തായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. പിന്നെ പുറത്തേക്ക് ചളിയായിരുന്നു, ഭയങ്കര മുട്ടോളം വരുന്ന ചളിയായിരുന്നു. ആ ചളിയിലോട്ട് അവരെന്നെ എങ്ങനെയല്ലോ എന്താ പറയണ്ട കൈ പിടിച്ചിട്ട് എന്നെ പുറത്തേക്ക് ആ ഹോട്ടലിലേക്ക് എത്തിച്ചു. ഇവിടെ സൂചിപ്പിച്ചത് ഇന്നലെ ഉണ്ടായ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് ടീച്ചർ ഇപ്പോഴും മുക്തയായിട്ടില്ല, ഇപ്പോഴും ആ ഞെട്ടലിൽ തന്നെയാണ് ഉള്ളത്. ഈ പ്രദേശത്ത് ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ MLAയുടെ നേതൃത്വത്തിലൊക്കെ ഒരു സർവകക്ഷി യോഗം വൈകുന്നേരം നടക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇവിടെ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നേരത്തെ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ ഭാഗത്ത് മണ്ണ് ഇങ്ങനെ വ്യാപകമായി എടുക്കുന്നതും അതോടൊപ്പം തന്നെ കുന്നിടിക്കുന്നതും വലിയ അപകടത്തിന് കാരണമാവും എന്ന കാര്യം നാട്ടുകാർ പല സന്ദർഭങ്ങളിലായി അറിയിച്ചതാണ്. പക്ഷേ സുരക്ഷാ സംവിധാനം ഒന്നും തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ എടുത്തിട്ടില്ല. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ഈ ഭാഗങ്ങളിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല. വണ്ടിയിൽ ആളുണ്ടായിരുന്നു, വണ്ടി അങ്ങാടി ഈ വണ്ടി പോകുന്ന വണ്ടിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ വന്നിട്ട് ഞാൻ പോകുന്നത് കണ്ടിട്ടാ ഊറ്റി കയറ്റിട്ട് പുറത്തേക്ക് നോക്കുമ്പോ വണ്ടി ഇങ്ങോട്ട് കത്തിരി വണ്ടി ഒരു പെണ്ണും കൊണ്ടേ പെണ്ണ്